ദീപക്കിന് വേണ്ടിയിട്ട് അവർക്കൊരു ധനസഹായം കൊടുക്കണം എന്ന് തോന്നിയിട്ട് വന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, വീടിൻ്റെ ഈ അമ്മയും അപ്പനും ഒക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവർക്കൊരു മന്ത്ലി എത്ര രൂപയുടെ ചിലവ് വരും എന്നൊക്കെയുള്ള അവരുടെ വീട്ടിലെ സാഹചര്യം, ആരൊക്കെ ഇപ്പോൾ ഉണ്ട് നിലവിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങൾ തിരക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിലവിലൂടെ വന്നു അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി എത്രയും വേഗം ഒത്തിരി നീണ്ടുപോകാതെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫണ്ടൊക്കെ പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ കൊടുക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദീപക് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പെണ്ണായിരുന്നിട്ട് ഒരു പുരുഷനെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യാജ പരാതിയുമായിട്ട് വരുമ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബം, അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർ കുറവാണ്, മനസ്സിലായില്ല. അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്, അവൻ്റെ വരുമാനം കൊണ്ട് ഒരുപാട് പേർ ജീവിക്കുകയാണ്. അപ്പോൾ അത് മറന്ന് ഒരു പെണ്ണും ഇനി ഇങ്ങനെയുള്ള കടുംകൈകൾ ചെയ്യരുത്. കാരണം നിങ്ങളുടെ തലമുറകൾ ഇനി ഇത് അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല.